ഹലോ ഹായ്, ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു കപ്പ മിക്സ്ചർന്നോ കപ്പ വറുത്തതെന്നോ എന്തും പറയാം, ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പം നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ച് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതേപോലത്തെ ഒരു ഗ്രേറ്റർ ഉണ്ട്, ഇത്തിരി വണ്ണുള്ളത്, ഏറ്റവും വലിയ സൈസുള്ളത്. അതിൽ നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ നമ്മൾ അതിങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത് കണ്ടോ. ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഒരു 10-12 വെളുത്തുള്ളി ഒന്ന് ചതച്ച് കുറച്ച് വേപ്പിലയും റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. എണ്ണച്ചട്ടി ഇതേ എണ്ണ ഒഴിച്ച് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ചൂടാവട്ടെ കേട്ടോ. ഇതിൽ നമ്മൾ ഒരു 2.5 സ്പൂൺ ഉപ്പെടുത്ത് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ആയി വരുമ്പോൾ നമുക്കതിന് മുകളിൽ ഒഴിക്കാനാണ്. അപ്പോൾ ഇവർ കുട്ടികൾ പറയണത് അതിൽ കുറച്ച് കളർ ഇടാനാണ് പറയണത്. അപ്പോൾ നമുക്ക് ഒരിച്ചിരി കളർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ 2 പേര് നിൽപ്പുണ്ട് ഇതിങ്ങനെ വീഡിയോ ഇട്ട് ഇതേ 2 ആളോടെ നിൽപ്പുണ്ട്. മതി. അവർക്ക് വേണ്ടിയിട്ട് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളിയും വേപ്പിലയും നമുക്ക് ആദ്യം പൊരിച്ചു വരാം കേട്ടോ. അപ്പം ആ എണ്ണയിൽ ആ ഫ്ലേവർ വരുവേ. വെളുത്തുള്ളി ഒന്ന് ആയിട്ട് വേപ്പിലിട്ടാൽ മതി കേട്ടോ. വേപ്പിലിൻ്റെ ആ ഗ്രീൻ കളർ അങ്ങ് പോകും. വേപ്പിലിട്ട് കൊടുക്കാനേ. ഒന്നായിട്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ. നമ്മളിതെല്ലാം ഇത് പൊരിച്ചു കോരിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ പൊരിച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാരും പറയാറുണ്ട് മാസി വീഡിയോയിലില്ലാന്ന്. അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവളങ്ങനെ ഇല്ലാത്തതാണ് അല്ലേ വന്നത്. അപ്പൊ എല്ലാവർക്കും എക്സാം തുടങ്ങിയിരിക്കും. എക്സാം ഇനി 4 കിടക്കണം. ഇനി അടുത്ത മലയാളമാണ്. നിങ്ങൾ കമന്റിൽ ഇട്ടില്ലല്ലോ നമ്മളുടെ എക്സാമിന്റെ എന്ത് ആ വീഡിയോ കിടക്ക് മാത്രം ഞങ്ങൾക്ക് തിങ്കളാഴ്ച സോഷ്യലാണ്. ഒന്നാവട്ടെ കേട്ടോ. അപ്പോൾ ഒരുവിധം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 സ്പൂൺ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പേടിക്കണ്ട, സൗണ്ട് വരും, പേടിക്കണ്ട കേട്ടോ. ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലോണം കിളിങ്ങേ. മഴേന്റെ സൗണ്ട് വരണ ഇവിടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, അതിന്റെ ഒരു മണം സ്മെല്ല് അടിക്കുന്നുണ്ട്. ഇപ്പം അതൊന്ന് നിന്നിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. സൗണ്ട് വെക്കുന്നുണ്ടോ? ആ കടയിൽ ഉണ്ടാക്കാൻ നമുക്ക് ലാസ്റ്റ് ഒന്ന് മുളക് പൊടി ഇടണേ. അപ്പം നമ്മൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പൊരിച്ചു വരിയിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇടാം കേട്ടോ. ഞാൻ ഇതിലോട്ട് കാണിക്കാൻ പറഞ്ഞു ഇടുന്നത്. വെള്ളപ്പൂക്കളം ഇട്ടല്ലോ, നമ്മുടെ ഓണം എത്തിയല്ലോ.
ഓണം വന്നല്ലോ എന്ത് പാട്ടെന്ന് പറഞ്ഞിട്ടേക്കും. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കൊടിയുടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. കൂട്ടുകാരി വരുന്നില്ലേ പന്ത് കളിക്കാനോ. വേഗം വേഗം ആയി കിട്ടും കേട്ടോ, വേഗം ആവും. അടുത്തതായേ അടുത്തതായിട്ടുണ്ട്. അടുത്തത് നമുക്കൊന്നുകൂടെ നല്ലോണം ഇളക്കിയിട്ട് എല്ലായിടത്തും കാണുന്നത്. നമുക്കിനി എല്ലാം ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞു ഗായ്സ്. ഒരു ട്രിപ്പും കൂടി ഇടാനുള്ളത്. ഞാൻ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് വേഗം വേഗം പൊരിച്ചെടുക്കാനല്ല നോക്കണേ. നമ്മൾ അധികം ഓയിൽ യൂസ് ചെയ്യാണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനാണ് കേട്ടോ നോക്കിയത്. ഇത്ര ആയിട്ടുണ്ട്. ഇവിടെ എണ്ണ പോവാൻ വെച്ചിട്ട് ഈ എണ്ണ പോയതിന് ശേഷം ഞാനത് ഇതിലോട്ട് ഇടുള്ളൂ കേട്ടോ. എന്നിട്ട് നോക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കാണാവേ. മിക്സ് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അത് മൊത്തം പൊരിച്ചു കോരി എടുത്തിട്ടുണ്ടേ. ഇതുണ്ടോ, നല്ലതായി കണ്ടല്ലോ അല്ലേ, നല്ല ക്രിസ്പിനെസ് ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ഇടണ്ടേ. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച വേപ്പിലയും വെളുത്തുള്ളിയും കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് തട്ടിക്കൊടുക്കാം. അപ്പോൾ നോക്കൂ, നല്ലോണം മിക്സ് ചെയ്ത് നല്ല രസമായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിനെസ് ഉണ്ടെന്ന് അല്ലേ. കാണിച്ചു തരാം കേട്ടോ. കണ്ടല്ലോ, നല്ല ക്രിസ്പിനെസ് ഉണ്ട്. എനിക്ക് കുറേ നേരം ഇരുന്ന് അരിയാനൊന്നും പറ്റത്തില്ല, ഭയങ്കര കഴുത്ത് വേദനയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരിക്കൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് വേഗം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ അരിഞ്ഞിതൊക്കെ എടുക്കാൻ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾ അപ്പോൾ ഇവർ കഴിച്ചിട്ട് പറയൂട്ടെ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട് പറ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണേ. ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു ഇതാണ്. നോക്കാം. ഓക്കെ, ബൈ, സീ യു.